മുമ്പിൽ തിരക്കിട്ട ജീവിതങ്ങൾ കണ്ടുമടുത്തു. എവിടെയെങ്കിലും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റിയിൽ അതെന്തായാലും കിട്ടാനായിട്ട് പോകുന്നില്ല. അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ. ഏതെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പ്ലേസ് ഉണ്ടോ കുറച്ച് പച്ചപ്പ് ഹരിതാഭൂഷ്മളതയും ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അതെ ഈ ഒരു ഫോറസ്റ്റ് എൻ്റെ കണ്ണിപ്പെട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടേക്കുമില്ല, അരി ഫോറസ്റ്റിലേക്കാണ്. രാവിലെ തന്നെ ഈ ഒരു ഇളം വെയിൽ എൻ്റെ ഫേസിലേക്ക് അടിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, മഞ്ഞ നിറം മുഖത്തേക്ക് അടിക്കുന്നു, സൂര്യൻ അങ്ങനെ ദേ രാവിലത്തെ ചെറിയ ഇളം വെയിലിൽ വൈറ്റമിൻ ഡിയും സംഭരിച്ചുകൊണ്ടാണ് ദേ ഈ യാത്ര ഇവിടെ തുടങ്ങുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് അണ്ടർഗ്രൗണ്ട് മെട്രോ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എന്തായാലും നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടായേ പറ്റുള്ളൂ. ഡിസംബർ മാസം ആകാറായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്തപ്പോഴേക്കും ഭയങ്കര ഒരു കുളിരണിയിക്കുന്ന തണുപ്പ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്തായാലും ഹുഡി കാര്യങ്ങളൊക്കെ ഇട്ടത് വെറുതെ ആയില്ല. ഇവിടെ വന്നിട്ട് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതെന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന ഈ ഒരു ഹോസ്റ്റൽ, അതായത് ന്യൂസിലാൻഡ് ഹോസ്റ്റൽ, ഇത് എനിക്കിവിടെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ഏകദേശം 70 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു ഹോസ്റ്റലിന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോണ്ടഡ് പ്ലേസ് തന്നെ പറയേണ്ടി വരും. ഭയങ്കര ഒരു മിസ്റ്ററി നിറഞ്ഞിരിക്കുന്ന ഒരു ഹോസ്റ്റൽ, അതായത് അതിൻ്റെ സറൗണ്ടിങ്സും ആ ഒരു ഹോസ്റ്റലിൻ്റെ സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് അത് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ബട്ട് സ്റ്റിൽ ഈ ഹോസ്റ്റൽ ഇപ്പോഴും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഇവിടെ ഒരു വാർഡനും ഉണ്ട്. സോ ഇവരുടെ കെയർ ഓഫിലാണ് ഈ ഒരു ഹോസ്റ്റൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹോസ്റ്റൽ ഇവിടെ പണിതതിൻ്റെ ഉദ്ദേശം കുട്ടികൾക്ക് പീസ്ഫുള്ളായിട്ട് കാമായിട്ട് ഒരു ഗ്രീനറി നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ താമസിക്കാൻ കഴിയുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ഹോസ്റ്റൽ ഇവിടെ പണി കഴിക്കപ്പെട്ടത്. പക്ഷേ അതിൽ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഏരിയയിൽ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഈ ഒരു ഹോസ്റ്റൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പിള്ളേർ താമസിക്കും എന്നുള്ളതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്റ്റലിൻ്റെ സ്ട്രക്ചർ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിയും കിളിക്കൂടും പറയട്ടോ. പക്ഷേ ഇപ്പോഴും ഈ ഹോസ്റ്റൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കുട്ടികൾ വന്നിട്ട് ഇവിടെ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്യാറുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ. ഒറ്റയ്ക്കൊക്കെ വന്നിട്ടാണ് ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ എനിക്ക് പറ്റത്തില്ല. ചിലപ്പോൾ ധൈര്യമുള്ള പിള്ളേർക്ക് പറ്റുമായിരിക്കും. ഈ ഒരു ഹോസ്റ്റലിൻ്റെ പുറത്തെ സ്ട്രക്ചർ കണ്ടപ്പോഴേക്കും കിളി പറയുമെങ്കിലും അകത്ത് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നേ. സോ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി അടുത്ത് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ പോയി ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞു അകത്ത് കയറി കണ്ടോ, നോ ഇഷ്യൂ എന്ന്. പക്ഷേ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ നേരത്ത് 2 മാമിമാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. ഏകദേശം 40 വർഷമായി ഇവിടെ ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ട്. അവർ പറഞ്ഞു അങ്ങനെ കയറാൻ പറ്റത്തില്ല, ഇവിടെ ഒരു വാർഡൻ ഉണ്ട്, വാർഡൻ വന്നതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറാവുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ, കുറേ നേരം ഞങ്ങൾ വാർഡന് വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷേ ആരും വന്നില്ല. പിന്നെ അവസാനം ഞാൻ അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചു. കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോഴേ ഇതുപോലെ ഒരു ഒറ്റപ്പെട്ട വീടുകളൊക്കെ കാണാം. ഇവിടെ ആൾതാമസം ഉള്ളതാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു പരിസരം കണ്ടിട്ട് ആൾതാമസം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഫോറസ്റ്റ് മെയിനായിട്ട് മിൽക്ക് കോളനി എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. കാരണം ഇവിടെ ഏകദേശം ഒരു 32ഓളം ഫാം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ഏകദേശം ഒരു 16,000ഓളം കന്നുകാലികളുണ്ട് ഇവിടെ. എന്തായാലും ഞാൻ ഈ കാണുന്ന ഫാമിലാണ് ആദ്യമായിട്ട് കയറിയത്. ഇവിടെ ഫുള്ള് എരുമകളും പോത്തും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇവരെന്തായാലും മിനിറ്റിനെല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നപ്പോഴേക്കും അവരൊരുമാതിരി ക്രൂരമായ രീതിയിലാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ഏത് രീതിയിൽ വന്നു എന്നൊക്കെ ഉള്ള ചോദ്യമായിരുന്നു അവരുടെ കണ്ണിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്തൊക്കെയോ അവരിൽ നിന്ന് ചോദിച്ചറിയണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അവരെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് ആ ചോദിക്കാനുള്ള മൂടും പോയി. ഉള്ളിലാണെങ്കിൽ ചെറിയ കിടുകിടാന്നുള്ള പേടി. പിന്നെ വെറുതെ എന്തിനാ അവർക്കൊരു മുഷിപ്പുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ അവിടെ നിന്ന് പിൻവാങ്ങാമെന്ന് തീരുമാനിച്ചു. എന്തായാലും ആ ഫാമിലുള്ള ആ കന്നുകാലികളെ എണ്ണി നോക്കിയപ്പോൾ എൻ്റെ കൈവിരലിൽ ഒതുങ്ങുന്നുണ്ടായില്ലായിരുന്നു. ഇവിടെ എരുമയും പോത്തും മാത്രമല്ല പശുവും കാളയും എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുമായിരുന്നേ. ഉള്ളിലേക്ക് കയറുന്തോറാണ് അത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. ഈ രീതിയിലുള്ള ഏകദേശം 32ഓളം ഫാമുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് കണക്ക് പ്രകാരം കാണിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോറസ്റ്റ് ഒരു ലൂപ്പിൽപ്പെട്ട അവസ്ഥയാണ്. ഏതിക്കിടക്ക് കറങ്ങി തിരിഞ്ഞു പോയാലും ഒരു സ്പോട്ടിൽ നമ്മൾ എങ്ങനെയൊക്കെയാലും കറങ്ങി തിരിഞ്ഞെത്തും. എങ്ങോട്ട് പോകണം എന്നുള്ള കറക്റ്റ് വേ നമുക്ക് മൈൻഡിലില്ലെങ്കിൽ നമ്മൾ ആ ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കറങ്ങിയാണ് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ എത്തിപ്പെട്ടത്. ഇതൊരു കോട്ടേജ് ആണോ അതോ കോട്ടേഴ്സ് ആണോ ഒന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. ഇതും ഭയങ്കര ഒരു ഹോണ്ടഡ് പ്ലേസ് തന്നെ പറയേണ്ടതായിട്ട് വരും. ആ ഒരു ഗേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ പൂട്ടിക്കിടക്കുമായിരുന്നു. ഇതിൻ്റെ അകത്ത് ആൾതാമസം ഉണ്ടോ, നോ ഐഡിയ. എന്തായാലും ആ പരിസരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആൾതാമസം ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഏരിയയിലെത്തിയപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് മറ്റേ ഭൂതകാലം സിനിമയിലെ ഡയലോഗ്സ് ആയിരുന്നു. സാറേ, ആ വീടിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അവിടെ താമസിച്ചിട്ടുള്ള എല്ലാവർക്കും ഓരോ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും അല്ലാതെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാ ആ വീട്ടില് വേറൊരാളെ കൂടി കാണാന്നാ ചേട്ടൻ പറയാറ്. ആ വീടത്ര ശരിയല്ല.
പിന്നല്ലാതെ ഈ ഒരു വീടും ഈ ഒരു ലൊക്കേഷനും കാണുമ്പോൾ പിന്നെ ഏത് ഡയലോഗ് ഞാൻ ഓർക്കേണ്ടത്? വഴിതെറ്റി ഇമ്മാതിരിയുള്ള പ്രേത ബംഗ്ലാവിലേക്ക് ആളിച്ചിട്ട് എന്നെ കൊണ്ടൊന്ന് എത്തിക്കുന്നത്. കരിക്കിൽ പറഞ്ഞ ഡയലോഗ് പോലെ ഞാൻ പ്രേതങ്ങളുടെ ലൂപ്പിലാണ്ടാന്ന്. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങനെ കുറേ ഹോണ്ടഡ് പ്ലേസിലേക്കാണ് ഞാൻ എത്തിച്ചേരുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അവസാനം ഞാൻ എത്തിപ്പെട്ടത് ഈ കാണുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. 1954 ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ പണി കഴിക്കപ്പെട്ടത്. അതായത് ഡയറി ടെക്നോളജി പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ട്രെയിൻഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ സ്റ്റുഡൻസിനെയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ പൂട്ടിക്കിടക്കുന്ന നിലയിലാണ്. എന്താണ് കാരണം എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഈ ബിൽഡിംഗ് ഒക്കെ ആരുടെ പ്ലാൻ ആണെങ്കിലും ആര് പണിതാണെങ്കിലും ഭയങ്കര ഒരു മിസ്റ്ററി നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ആ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു നെഗ് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ വരുമ്പോൾ. ചിലപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇനി പോകുന്ന വഴിക്കുന്ന ഇടവഴികൾ കാണുമ്പോൾ ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് കയറാനായിട്ട് പോകുന്നില്ല. ഒരുമാതിരി ഫുള്ള് നെഗ്. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കോളനിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഇവിടെ നല്ല രീതിയിൽ ആളുകൾ തിങ്ങി പറക്കുന്നുണ്ട് കേട്ടോ. ഇത് മിൽക്ക് കോളനി എന്നാണ് അറിയപ്പെടുന്നത്. ജസ്റ്റ് ആ ഒരു ഫാമിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ടേൺ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. പക്ഷേ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഞാൻ ഏതോ ലൊട്ടുലൊടുക്ക് വഴിയിലൂടെയാണ് പിന്നെ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇടവഴി കയറി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. അതിൻ്റെ മേളിൽ കയറണമെന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള ഒരു പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ കാണുന്ന നേരത്തെ കാണിച്ച ആ ഒരു ഹോസ്റ്റലിൽ നിന്ന് എന്തോ ഒരു ലെറ്റർ മേടിച്ചതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ മേളിൽ കയറാനുള്ള പെർമിഷൻ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ ആ ഹോസ്റ്റലിൽ എവിടെ പോയി തപ്പാനാ? അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിന്നില്ല. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാനാണെങ്കിൽ ഫോണിലാണെങ്കിൽ റേഞ്ചും കാര്യങ്ങളും അതുമില്ല. ഞാനിങ്ങനെ അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഓരോരുത്തരും എന്നെ ദേഷ്യത്തോടെയും ക്രൂരമായ രീതിയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഈ കാണുന്ന ഈ ഒരു കോളനിയുടെ എൻഡിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് ഞാൻ എത്തിയത്. അതിൻ്റെ താഴേക്ക് പോകാനായിട്ടൊരു വഴിച്ചാൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് നിന്നില്ല. ഇവിടെ ഏകദേശം 27 ആദിവാസി ഗ്രാമങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കയറിയാലും റിഫ്രഷ്മെൻറ്റിനൊക്കെ ചെറിയ ഷോപ്പ് കാര്യങ്ങൾ, പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് എന്നല്ല, ചെറിയ ഈ വഴിയോര കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമേ. ഇതുവരെ എനിക്ക് ഈ ഫോറസ്റ്റിനെ കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആരോട് ചോദിക്കാനാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഈ ഒരു കാലത്ത് ഞാൻ ആരോട് ചോദിക്കാനും പോലും പോയിട്ടില്ല. എന്നാലും ഈ ഒരു ഫോറസ്റ്റിന് ഒരു നെഗറ്റീവ് സൈഡും കൂടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണി തൊട്ടിട്ട് ഏകദേശം 7 മണി വരെയുള്ള യാത്ര എന്തായാലും ഇവിടെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള യാതൊരു സൂചനകൾ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ലായിരുന്നു. പിന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കാട്ടുപന്നികളുടെ ഉപദ്രവം ഉണ്ട് എന്നാണ് അവിടെ പറയപ്പെടുന്നത്. സോ ഇവറ്റകളെ പിടിക്കാൻ വേണ്ടിയിട്ട് പുലി ഇറങ്ങും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെതായിട്ടുള്ള യാതൊരു സൂചനകളൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായില്ല. വന്യമൃഗങ്ങളെ മാത്രമല്ല ഇവിടെയുള്ള മനുഷ്യന്മാരെയും പേടിക്കണം എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കാരണം വേറൊന്നുമല്ല, പാതിരാത്രിയുള്ള കവർച്ചകളും പിടിച്ചുപറി കാര്യങ്ങളും പിന്നെ ഈ നരബലി പോലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. 2016 ഡിസംബർ 22 ഒരു 22 വയസ്സായ ഒരു പയ്യന്റെ ഡെഡ് ബോഡി, അതായത് തലയില്ലാത്തൊരു ഡെഡ് ബോഡി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസുകാരുടെ സംശയം അനുസരിച്ച് ചില താന്ത്രിക ബാബകൾ നടത്തിയ നരബലിയുടെ കേസാണെന്നാണ് ഒരു സംശയത്തിലാണ് ആൾക്കാർ പറയുന്നത്. അതിനൊരു കൺഫർമേഷൻ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇവിടെ അരങ്ങേറുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഈ ഒരു ഫോറസ്റ്റിനകത്ത് ചെറിയൊരു പാർക്ക് പോലെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം എൻട്രി ഫീ വരുന്നത് 10 രൂപയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഉണ്ടായില്ല, എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടായില്ല. കഷ്ടകാലത്തിന് അവിടെ ഒരു ATM പോലും ഇല്ല. തൊട്ടപ്പുറമുള്ള ഷോപ്പിൽ ഞാൻ പോയിട്ട് ഞാൻ GPay ചെയ്യാം, എനിക്ക് ക്യാഷ് ആയിട്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ നെഹി എന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു വിട്ട്. അവസാനം ആ കാണുന്ന മാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടുകാരാണ്. അവർ ഏകദേശം 40 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആദ്യം കാണിച്ച കോളനി മൊത്തം ഏകദേശം തമിഴ്നാട്ടുകാരാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടായിരിക്കാം പുള്ളിക്കാരി പറഞ്ഞു കുഴപ്പമില്ല, അകത്തേക്ക് കയറിപ്പോയി എല്ലാം കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഫ്രീ ആയിട്ട് അകത്തേക്ക് കയറ്റി വിട്ടു. പിന്നെ അകത്തേക്ക് പോകുന്തോറും ചില കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് കപ്പിൾസിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പാർക്ക് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്ങനെയൊക്കെ ഫ്രെയിം സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ നോക്കിയാലും കപ്പിൾസിന്റെ പ്രസൻസ് ആ ഫ്രെയിമിലുണ്ടാവും. വെറുതെ ഇതിന് അവരുടെ ഫേസ് ഉൾക്കൊള്ളിക്കണമെന്ന് വിചാരിച്ച് ഓരോ ഫ്രെയിമും ഞാൻ നോക്കിയാണ് എടുത്തുകൊണ്ടിരുന്നത്. കാരണം അതുപോലുള്ള കാഴ്ചകളൊക്കെയാണ് ഞാൻ അവിടെ കണ്ടത്. ഉള്ളിലേക്ക് പിന്നെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നിഗൂഢതകൾ നിറഞ്ഞ കാട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശരിക്കും ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം ഓടി വന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹിൽ പാലസ് ആണ്. ശരിക്കും അതേ ഒരു വൈബ് തരുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. ചെതൽപ്പുറ്റാണോ അതോ ഉറുമ്പിൻ്റെ കൂടാണോ അതോ പാമ്പിൻ്റെ പുറ്റാണോ, ഒരു ഐഡിയ ഇല്ല. അതെന്ത് സംഭവം? ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കയറിയപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് സ്റ്റാൻഡ് വിട്ടു. ഒന്നല്ലെങ്കിലും എനിക്ക് എൻ്റെ നാട്ടിൽ കിടന്ന് മരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പാമ്പുകടി ഏറ്റ് ഈ കാട്ടി കിടന്ന് മരിക്കണ്ടല്ലോ എന്തായാലും, വെറുതെ എന്തിനാ പാമ്പിനൊരു പണി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതൊന്നും വക വയ്ക്കാണ്ട് ആ കാടിനുള്ളിൽ കുറേ കപ്പിൾസ് നിരന്നിരിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ പാവങ്ങൾ അവിടെ ഇരുന്നോട്ടെ, എന്തിനാ വെറുതെ അവർ ശല്യം ചെയ്യുന്നത്? അങ്ങനെ അവസാനം ഈ പാർക്കും കണ്ട് എല്ലാം കണ്ട് പതുക്കതെ ഈ ഒരു ഫോറസ്റ്റിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.